അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. എത്ര വലിയ ദുഃഖകരമായൊരു വാർത്തയാണ് എൻ്റെ പ്രിയമുള്ളവരെ കേട്ടത് അല്ലെ. 45 ദിവസം മാത്രമായിട്ടുള്ള കുഞ്ഞിനെ അല്ലെ, ചോര പൈതലിനെ മുക്കിക്കൊന്നു എന്നുള്ള വാർത്ത നാം കേട്ടുവല്ലോ. വലിയ സങ്കടം തോന്നി എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണം ദാരിദ്ര്യമാണ് എന്നുള്ളതാണ്. ദാരിദ്ര്യം മനുഷ്യനെ ഏതു തിന്മയും ചെയ്യിപ്പിക്കുമെന്നുള്ളതാണ്. കുഞ്ഞു പൈതൽ, ചോര പൈതൽ, പലരും ഇപ്പോൾ പറയും ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ, അങ്ങനെ പലതും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ദാരിദ്ര്യമുണ്ടാക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് പരസ്പരം കരുണ കാണിക്കുക, കാരുണ്യത്തോട് ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുമ്പോൾ ആകാശത്തുള്ള റബ്ബ് കരുണ ചെയ്യുമെന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലെ അയൽവാസികൾ, കുടുംബത്തിലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും പാവപ്പെട്ടവരോട് നാം കരുണയും സ്നേഹം കാട്ടുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുകയില്ല. ദാരിദ്ര്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നറിയോ? ഓരോ സഹോദരന്മാർ, സഹോദരിമാർ അല്ലേ, തൻ്റെ മകളുടെ സ്കൂൾ ഫീസിന് വേണ്ടി, അതുപോലെ വിവാഹത്തിന് വേണ്ടി എന്തും ശരീരം വരെ വിൽക്കാൻ വന്ന സാഹചര്യങ്ങളൊക്കെ എത്രയോ സഹോദരന്മാർ, എത്രയോ സഹോദരിമാർക്കുണ്ടായിട്ട് ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ചോര പൈതലിനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വാർത്തകൾ നാം കേട്ടത്. അവരുടെ വീടോ പേരോ പറഞ്ഞിട്ട് നമുക്കതിലൊന്നും കാര്യമില്ല. എന്നാൽ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അദാബിൽ ഖബർ. അല്ലാഹു എപ്പോഴും ദാരിദ്ര്യത്തെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഖിന എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നൽകുന്നതാണ്. ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ ദാരിദ്ര്യമില്ലാത്ത നല്ല ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദരിദ്രത്തിൽ കഴിയുന്നവരോട് കരുണ ചെയ്യണം. പരിശുദ്ധമായ ദീനിൻ്റെ ഓരോ കർമ്മങ്ങൾ അത്ഭുതമാണല്ലോ. പരിശുദ്ധമായ 2 പെരുന്നാൾ നോക്ക്. ആദ്യത്തെ പെരുന്നാൾ ഫിത്ര സക്കാത്ത്, രണ്ടാമത്തെ പെരുന്നാൾ ബലിയറുക്കൽ. അതും എന്താണ്? പാവങ്ങൾ അവർ നന്നായി ഭക്ഷണം കഴിച്ചോട്ടെ, അവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അരിയുടെ വ്യവസ്ഥ അല്ലേ. രണ്ടാമത്തെ പെരുന്നാളാകുമ്പോൾ അവരെന്തെങ്കിലും മാംസം കഴിച്ചോട്ടെ, അവർക്ക് ബലി അറുത്ത് സ്വതക്ക കൊടുക്കൽ. ഹജ്ജിൽ എന്തെങ്കിലും ന്യൂനത മറന്നാൽ അതിനും ബലി അറുക്കൽ. എന്തെല്ലാം ഇസ്ലാമിൻ്റെ കർമ്മങ്ങളാണല്ലേ. എന്തെങ്കിലും ഒരു ശപഥം ചെയ്താൽ 10 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കൽ. ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങൾ നോക്ക്, മറ്റുള്ളവരെ മനസ്സിനെ സന്തോഷിപ്പിക്കലാണ്. ശരീരത്തിലേക്ക് സുഗന്ധം പുരട്ടണം. എന്തിനിതാണ്? മറ്റുള്ളവർക്കത് സന്തോഷമുണ്ടാക്കുന്നുണ്ട്. കാണുമ്പോൾ പുഞ്ചിരിക്കണം. അതാണ് മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിന് ഇസ്ലാം വലിയ മഹത്വം നൽകുന്നുണ്ട്. ഒരുപാട് പാവങ്ങളിൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രയാളാണ് കടത്തിൻ്റെ ഭാരം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തത്. പള്ളിയുടെ ഒരു ഖതീബ് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവനൊടുക്കിയിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രയാസമാണ്. അവിടുത്തെ നാട്ടുകാരോ കുടുംബക്കാരോ ഒന്നും സഹായിക്കാൻ അയാൾ എത്തിയില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ കടത്തിന് ഏറ്റെടുത്തുകൊണ്ട് ഒരു സഹായം നൽകിയിരുന്നുവെങ്കിൽ ആ ഉസ്താദ് ഇന്നും ജീവിക്കുമായിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തെ തൊട്ട് നമ്മെ കുടുംബങ്ങളെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.